ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ഉന്നതകുല ജാതർ എന്ന കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി. എങ്കിൽ മാത്രമേ അവരുടെ കാര്യത്തിൽ ഉന്നമനമുണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ജനാധിപത്യപരമായ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരണം. തനിക്ക് ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതിനു പിന്നാലെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഗോത്ര വിഭാഗക്കാരുടെ കാര്യം ബ്രാഹ്മണനോ നായിഡുവോ നോക്കട്ടെ എന്നും മുന്നാക്ക വിഭാഗക്കാരുടെ ചുമതലയിൽ ഗോത്ര വിഭാഗക്കാരും വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു ട്രൈബൽ മന്ത്രി ആകണമെന്ന് തന്റെ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. പലതവണ പ്രധാനമന്ത്രിയോട് ആദിവാസി വകുപ്പ് വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതിന് പിന്നാലെ കടുത്ത വിമർശനമാണ് സുരേഷ് ഗോപിയുടെ പരാമർശം ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ കേരളത്തെക്കുറിച്ചുള്ള മന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവനവും വിവാദമാകുന്നത്. ബജറ്റിൽ കേരളത്തിന് ഒന്നും ലഭിച്ചില്ലെന്ന ആരോപണത്തോടും സുരേഷ് ഗോപി പ്രതികരിച്ചു. കേരളത്തിന് എന്ത് വേണമെന്ന് ചുമ്മാ പുലമ്പിയാൽ നടത്തിയാൽ പോരാ, ബജറ്റ് വകയിരുത്തിയാൽ ഓരോ മേഖലയ്ക്കാണ്. കേരളം നിലവിളിക്കുകയല്ല വേണ്ടത് കിട്ടിയ പോലെ കൃത്യമായി ചെലവഴിക്കണം. ബീഹാർ എന്നും കേരളമെന്നും ഇന്നലെ ബഡ്ജറ്റിൽ വേർതിരിച്ച് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ സുരേഷ് ഗോപിക്കെതിരെ CK ജാനു രംഗത്ത് വന്നു. വളരെ തരംതാണ പ്രസ്താവനയാണ് താൻ പറഞ്ഞതെന്നാണ് CK ജാനു വിശേഷിപ്പിച്ചത്. ഈ കാലം അത്രയും ആദിവാസി വിഷയങ്ങളിൽ ഇടപെട്ടതും തീരുമാനിച്ചതുമൊക്കെ സവർണർ തന്നെയാണ്. ഇത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ഈ കാര്യങ്ങൾ ഭാഗമാകുകയോ ഇടപെട്ടുകയോ ചെയ്തിട്ടില്ല എന്നും CK ജാനു പറഞ്ഞു. എന്നിട്ടും ഇത്തരം മോശമായ അവസ്ഥയിലേക്ക് ഈ ആളുകളുടെ ജീവിതം പോകുന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാരായിട്ടുള്ള ഉത്തരവാദികൾ ഇവർ തന്നെയാണ്. അയാൾ ഈ കാലം അത്രയായിട്ടും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെയും സവർണ മനോഭാവം വെച്ച് പുലർത്തുന്നത് ഒരിക്കലും നല്ല കാര്യമല്ലെന്നും CK ജാനു വ്യക്തമാക്കി.